നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഒരു ലേഖനത്തിൽ അവരെഴുതി, ഇന്നത്തെ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തെ പറ്റി അവരെഴുതി എന്താണെന്നറിയോ? കഠിന വെടി പോലെ എന്നാണ്. കഠിന വെടി പോലെ എന്നാണ്. എന്നിട്ട് അവര് വിശദീകരിച്ചു, കഠിനയ്ക്ക് തീ കൊളുത്തുന്നത് നിലത്ത് വെച്ചിട്ടാണ്, പക്ഷെ അത് വെടിപൊട്ടുന്നത് ആകാശ വായുവിലേക്ക് ഉയർന്നതിന് ശേഷമാണ്. തീ കൊളുത്തിയത് താഴെയാണെങ്കിലും പൊട്ടുന്നത് മേളിലാണ് എന്നതുപോലെ ഈ വസ്ത്രധാരണം കണ്ട് മോശമായ ചിന്തകൾ മനസ്സിലേക്ക് കയറിക്കൂടി ചെറുപ്പക്കാര് ഞരമ്പ് രോഗികളായ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്വഭാവ വൈകൃതം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഭാവി ജീവിതമെന്നറിയാതെ വളരെ മോശമായ നിലയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള ചെറുപ്പക്കാര് അവരുടെ മനസ്സിനകത്ത് ഈ സ്ത്രീയുടെ മോശമായ വസ്ത്രധാരണം കണ്ട് അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ നടക്കുകയാണ്. എവിടെയെങ്കിലും അവന്റെ വികാരമൊന്നും. അങ്ങനെയാണ് 6 വയസ്സും 7 വയസ്സുമുള്ള ചെറിയ പെൺകുട്ടികൾ അവന്റെ മുമ്പിലേക്ക് എത്തപ്പെടുക. ഒരു ചോക്ലേറ്റ് തമ്പുരാട്ടിയുടെ വാക്കുകളാണ്. എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ? ആരാണ് വന്ന് ചോദിക്കുന്നത്? സ്വന്തം മകനാ. എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ, അനുവാദം ചോദിക്കണം. നീ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ. ഇയാൾക്ക് ആകെ ആശങ്കയായി, സംശയമായി. അല്ലാഹുവിന്റെ ഹബീബിന് ഞാൻ ചോദിച്ചത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? എന്റെ ഹബീബേ, ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് എന്റെ ഉമ്മ വേറെ വീട്ടിലും ഞാൻ വേറെ വീട്ടിലുമായത് കൊണ്ടല്ല. ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാണ്. ഞാൻ ആ വീട്ടിൽ അനുവാദം ചോദിക്കണോ എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇസ്തദിൻ അലൈഹാ, അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. അനുവാദം ചോദിച്ചിട്ട് വേണം മോനെ അകത്ത് കയറാൻ. വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിലാശങ്കയായി. അള്ളാന്റെ ഹബീബിന് തിരിയാത്തതിന്റെ പേരിലാണോ ഇത്? ഞാൻ എന്തായി കേൾക്കുന്നത്? സ്വന്തം വീട്ടിൽ കയറുമ്പോ, സ്വന്തം ഉമ്മാന്റെ അടുത്ത് പോകുമ്പോ എന്തിനാ ഞാൻ അനുവാദം ചോദിക്കേണ്ടത്? ആ ഉമ്മാന്റെ പൊന്നുമോനല്ലേ, ആ പൊന്മാന്റെ മോനല്ലേ ഞാന്? മാത്രമല്ല എന്റെ ഉമ്മാന്റെ ജോലിക്കാരനല്ലേ ഞാൻ? എന്റെ ഉമ്മായ കുളിപ്പിക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മാക്ക് ചൂടുവെള്ളമാക്കി കൊടുക്കുന്ന ഞാനല്ലേ? എന്റെ ഉമ്മാക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ എന്റെ ഉമ്മാക്ക് വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നത് ഞാനല്ലേ? ശരീരത്തിൽ രോഗം വരുമ്പോ ആ ഉമ്മയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് ഞാനല്ലേ? ഉമ്മയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഞാനല്ലേ? എന്റെ ഉമ്മയെ ഞാനുമല്ലേ ഏത് സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഇന്നി ഖാദിമുഹാ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയുടെ ഖാദിമാണ് നബിയേ ഞാൻ. എന്റെ ഉമ്മ കിടപ്പാണ്. എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ യുവതിയല്ല നബിയേ. എന്റെ ഉമ്മ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരോഗ്യവതിയല്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏത് സമയത്ത് കിടപ്പിലാണ്. ഇന്നീ ഖാദിമുഹാ, എന്റെ ഉമ്മയുടെ സേവകനാണ് ഞാൻ നബിയേ. ഞാനാ ചോദിക്കുന്നത്. ഞാനും എന്റെ ഉമ്മയും ഒരു വീട്ടിലാ. എന്റെ ഉമ്മയുടെ ജോലിക്കാരനാണ് നബിയേ ഞാൻ. ആ ഉമ്മയുടെ വീട്ടിലേക്ക് കയറുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ അനുവാദം തേടണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ മറുപടി മതി. ഒരൊറ്റ മറുപടി മതി ആ സഹാബിക്ക് മനസ്സിലായി. ആ ഒരൊറ്റ മറുപടി മതി എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് എന്തെന്നറിയോ? അതുഹിബ്ബു അൻ തറാഹാ ഉരിയാനാ, നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ ഉമ്മയെ വിവസ്ത്രയായി കാണാൻ നിനക്ക് കഴിയുമോ? നിന്റെ ഉമ്മ നഗ്നയായി നിൽക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ മോനെ? ആ മനുഷ്യൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, എനിക്കത് കഴിയില്ല നബിയേ, കഴിയില്ല. എന്നാൽ ഇസ്തദിൻഹാ, ഇസ്തദിൻ അലൈഹാ, അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്ത് കയറാൻ. സുബ്ഹാനല്ലാഹ്.
സ്വന്തം ഉമ്മ, എന്റെ ഉമ്മയെ കാണുമ്പോ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോ അനുവാദം തരണോന്ന് ചോദിച്ച ആളാണ്. അദ്ദേഹം ധരിച്ചത് നബിതങ്ങളെ മനസ്സിലാക്കിയത് വേറെ എന്നാണ്. വേറെ വീട്ടിലാണ് ഉമ്മ ഇപ്പൊ താമസിക്കുന്നത്, ഞാനും എന്റെ ഭാര്യയും മക്കളും വേറെ വീട്ടിലാണ്. അപ്പൊ എന്റെ ഉമ്മയെ ഞാൻ കാണാൻ പോയി, അപ്പൊ ഉമ്മയുടെ വീട്ടിൽ കയറാൻ അനുവാദം വേണോ എന്ന് ചോദിച്ചെന്നാണ് എന്ന് നബിതങ്ങൾ ചിന്തിച്ചു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞത് ഇന്നി മഅഹാ ഫീൽ ബൈത്തി, ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ്, അങ്കി ചോദിക്കണോ? അപ്പോ നബിതങ്ങൾ പറഞ്ഞു ചോദിക്കണം. അപ്പൊ നബിതങ്ങൾ വീണ്ടും തെറ്റിദ്ധരിച്ചു എന്ന് ഈ സഹാബിക്ക് തോന്നി. കാരണം എന്താണ്? ഉമ്മ ആരോഗ്യവതിയാണ്, ചിലപ്പോ മുറ്റത്തൊക്കെ വന്ന് ചിലപ്പോ പിന്നെ ഹാളിലൊക്കെ ഉണ്ടാകും, ഇല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ തോന്നിയിട്ടാകണം നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അവൻ പറഞ്ഞു ഇനി ഖാദിമുഹായ റസൂലല്ലാഹ്, എന്റെ ഉമ്മക്ക് അങ്ങനെയൊന്നും വരാൻ കഴിയില്ല, എന്റെ ഉമ്മക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എന്റെ ഉമ്മക്ക് പറ്റുള്ളൂ, ഞാൻ എന്റെ ഉമ്മയുടെ സേവകനാണ്, അപ്പൊ ഞാൻ ഉമ്മയുടെ അനുവാദം ചോദിക്കണോ? ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത് അതുഹിബ്ബു അൻ തറാഹാ ഉരിയാന, നിന്റെ ഉമ്മ വിവസ്ത്രയായി കിടക്കുന്നത് കാണാൻ നിനക്ക് പറ്റുമോ? ഇല്ല. എന്നാ നീ അനുവാദം ചോദിച്ചിട്ട് പോകണം. കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് തുണിയെങ്ങാനും മാറിക്കിടക്കുമ്പോഴാണ് നീ കയറി ചെല്ലുന്നതെങ്കിൽ പൊന്നുമോനെ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ സങ്കടമാകും. അതുകൊണ്ട് നീ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ ചാടി കയറി മോളെ കെട്ടിച്ച വീട്ടിലും കൊണ്ട് പോകരുത്, അല്ലെങ്കിൽ മോനെ കെട്ടിച്ച വീട്ടില് അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടില് ഓടിക്കേറി നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ അനുവാദം ചോദിച്ച് അനുവാദം കിട്ടി, ആ അനുവാദം നമുക്ക് ഉറപ്പായി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ഇത് വേറൊരു വീട്ടിൽ നിന്ന് അകത്തേക്ക് വരുന്നവന്റെ കഥയാണ് ഈ പറയുന്നത്. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോഴുള്ള കാര്യമായി പറയുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, വീട്ടിനകത്തുള്ള കാര്യം പറയാം. വീട്ടിനകത്തുള്ള കാര്യം പറയാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, 3 സമയങ്ങളുണ്ട്. ആ 3 സമയത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ സ്വകാര്യ റൂമുകളിലേക്ക് കയറാൻ പാടില്ല. ആരും ഒരാളുടെ സ്വകാര്യ മുറിയിലേക്ക് കയറാൻ പാടില്ല. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകളാണ്, തൊട്ടിപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് മകനാണ്, മകന്റെ ഭാര്യയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും 4 ഈ മക്കളും അനുവാദം ചോദിക്കണേ നിങ്ങളോട്. എപ്പോഴാണ്? സലാസമറ, 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് വേണം നിങ്ങളുടെ സ്വകാര്യ റൂമിലേക്ക് കയറി വരാ. ഓരോരുത്തർക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് പ്രത്യേകം ബെഡ്റൂമുകൾ ഉണ്ടല്ലോ. അങ്ങനെ ആ ബെഡ്റൂമിലേക്ക് ഒരാളെ കടന്നു വരണമെങ്കിൽ ആരുടെ പേരാ എടുത്ത് അല്ലാഹു പറഞ്ഞത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പേരെടുത്ത് പറഞ്ഞല്ല പറഞ്ഞത്. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമാ, പ്രായപൂർത്തിയെത്താത്ത മക്കളെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു കുഞ്ഞു അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനോട് പോലും അല്ലാഹുവിന് ഈ താക്കീത് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായമുള്ള ആളുകളെ പറ്റിയിട്ട് വിവരിക്കണ്ടല്ലോ, പ്രായമുള്ള മനുഷ്യരെ പറ്റിയിട്ട് വേറെ പറയണ്ടല്ലോ. വീട്ടിലെ പ്രായമെത്താത്ത കുഞ്ഞുങ്ങളോട് പോലും ഈ നിയമം അല്ലാഹു പറയുന്നെങ്കിൽ മുതിർന്നവരോട് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ഒരിക്കലും സ്വകാര്യ റൂമുകളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. എപ്പോഴാണ്? 3 വട്ടം നിങ്ങൾ കടന്നു പോകാൻ പാടില്ല. 3 സമയങ്ങളിൽ നിങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല. വീട്ടിനകത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് വീട്ടിന്റെ പുറത്ത് നിന്നകത്തേക്ക് വരുന്ന കഥയാ. ഈ പറയുന്നത് ഖുർആനിന്റെ നിയമം വീട്ടിനകത്ത് താമസിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞ 3 സമയമേതാണ്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന് മുമ്പാണ് ഒന്ന്. കാരണം അറിയുമല്ലോ, വിശദീകരിക്കാം. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, ഉച്ച സമയത്ത് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്താ. മൂന്നാമത്തേത് വമിൻ ബഅദി സലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. കാരണം എന്താണ്? സലാസു ഔറാത്തിൽ ലക്കും, ഈ 3 സമയവും നിങ്ങളുടെ പ്രത്യേക പ്രൈവസിയുടെ ടൈമാ. ഈ 3 സമയവും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുൻ, ഈ 3 അല്ലാത്ത സമയം നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് പോകാം, അനുവാദം ചോദിക്കണ്ട. തവാഫൂന അലൈക്കും ബഅലുക്കും അലാ ബഅലിൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി കഴിയുന്നവരല്ലേ, ഒരു വീട്ടിലല്ലേ നിങ്ങളുള്ളത്, 4 മതിൽ കെട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിലല്ലേ, ഒരു
മേൽക്കൂരയുടെ താഴെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 3 സമയമല്ലാത്ത സമയങ്ങളിൽ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ അല്ലാത്ത സമയങ്ങളിൽ കൂട്ടി ഉരുമി മുട്ടി ഉരുമിയല്ലേ നടക്കുന്നത്. മകന്റെ മകളെയും മകളുടെ മകളെയും അതുപോലെ മകന്റെ ഭാര്യയും മകളുടെ കെട്ടിയോര് ആ വീട്ടിൽ പരസ്പരം കൂട്ടി ഉരുമി നടക്കുമ്പോ ഒരിക്കലും നിങ്ങൾക്ക് അനുവാദം വേണ്ട. പക്ഷെ 3 സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന്. സ്വകാര്യ നിമിഷങ്ങൾ 3 സമയമാണെന്ന്. സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രൈവസി നിങ്ങൾക്ക് 3 സമയമാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ ഒന്നാമത്തേതാണ് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി. ഒന്ന് സൂര്യോദയത്തിന് മുമ്പാണ്, അതല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പാണ്. ഒന്നാമത്തെ സമയം സുബ്ഹിക്ക് മുമ്പ്. കാരണം രാത്രി കിടക്കുന്ന ആ സമയം ചിലര് നൈറ്റ് ഡ്രസ് ഇട്ട്, ചിലര് രാത്രി പ്രത്യേകം ഇടാൻ തയ്യാറാക്കിയ വസ്ത്രമിട്ട് അവര് കിടക്കും. ആ സ്വകാര്യ റൂമിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കയറി പോകരുത്. നിങ്ങളൊരു വീട്ടിൽ കിടന്നുറങ്ങിയവരാണ്, പക്ഷേ അത് മറ്റൊരു റൂമാണ്. ആ മുറിയിലേക്ക് കയറി പോകുമ്പോ സുബ്ഹിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ അനുവാദം ചോദിക്കണം. കാരണം എന്താണ്? അവര് കിടക്കുന്നത് ഏത് വസ്ത്രത്തിലാന്ന് പറയാൻ കഴിയില്ല. ഇനി കിടന്നാൽ തന്നെ വസ്ത്രം അവരുടെ ശരീരത്തിലുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുബ്ഹിക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയാൻ രണ്ടാമത് പെടുന്നറിയോ, വഹീന തലഊന തിയാബകും മിനൽ ലഹീറ. ഉച്ചക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചൂടായതുകൊണ്ട് നിങ്ങൾ നല്ല ഫാനൊക്കെ ഇട്ട് നിങ്ങളൊരു ചെറിയ മുണ്ടുമുടുത്ത് നിങ്ങൾ വീട്ടിൽ കിടക്കും. ആ സമയത്ത് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാര്, അതല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ അനുവാദം ചോദിക്കാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി വരാൻ പാടില്ല. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് അല്പം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാം. ഉച്ചഭക്ഷണം കഴിച്ച് നല്ല ക്ഷീണമുണ്ട്, നമ്മളൊന്ന് മയങ്ങി. ആ സമയത്ത് നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിക്കിടന്നിട്ടുണ്ടാകാം. ഈ സമയത്ത് നീ അനുവാദം ചോദിക്കാതെ ആ റൂമിലേക്ക് കടന്നു പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമമാണ്. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് എന്താണ്? മൂന്നാമത്തേത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം. കാരണം എന്താണ്? ഉറങ്ങാൻ പോകുന്ന സമയമല്ലേ. ആ സമയത്ത് നിങ്ങൾ അനുവാദം ചോദിക്കും. ഇത് മക്കളെ പഠിപ്പിക്കണം. ഇത് ഏത് കാലമാണ്? ഇന്നലെ ഒരു സ്ഥലത്ത് പോയി രാത്രി ഈ സമയമായി. ആ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞത് ഈ ഭാഗം മുഴുവനും എന്താണ് വസ്ത്രധാരണം എന്നറിയാത്ത ഒരു സ്ത്രീ സമൂഹത്തിന്റെ നാടാന്ന് പറഞ്ഞു. ചിന്തിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് തെറ്റിയതാ. ഇന്ന് വസ്ത്രം അതൊരു അലങ്കാരമായി കാണുന്ന കാലമാണ്. വസ്ത്രം എന്തിനാണ്? നാണം മറയ്ക്കാനാണ്. വസ്ത്രം നമ്മുടെ നാണം മറയ്ക്കാനാണ്. ചൂടിൽ നിന്ന് സുരക്ഷ, തണുപ്പിൽ നിന്ന് മോചനം കിട്ടാനാണ്. നമ്മുടെ നാണം മറയ്ക്കാനാണ്. ആ വസ്ത്രധാരണം ഇന്ന് മാറിയിട്ട് വസ്ത്രം അലങ്കാരമായി. എന്ന് പറഞ്ഞാൽ കമ്മലിടുന്നത്, മാല ധരിക്കുന്നത്, മോതിരം ധരിക്കുന്നത്, മൂക്കുത്തിയിടുന്നത്, ഇതൊക്കെ അലങ്കാരത്തിനാണ്. അതുപോലെയായി വസ്ത്രം. വളരെ വേദനയോടുകൂടി പറയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വസ്ത്രധാരണം, അത് രക്ഷകർത്താക്കൾ, പിതാവ് പെൺമക്കളെ കൃത്യമായി ആ ഒരു വിഷയത്തിൽ നല്ല നിലയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ പിതാക്കന്മാർ, മാതാക്കൾ വളരെ കൃത്യമായി അവരോട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം. ഭാര്യമാരുടെ വസ്ത്രധാരണത്തിൽ ഭർത്താക്കന്മാർ ഇടപെടണം. വളരെ മോശമായ അന്തരീക്ഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം ഒരാൾ മോശമായ രീതിയിലേക്ക് പോയാൽ അതിന്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർക്കുകയാണ്. കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബത്തിലെ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഒരു ലേഖനത്തിൽ അവരെഴുതി ഇന്നത്തെ വസ്ത്രധാരണം, ആ വസ്ത്രധാരണത്തെ പറ്റി അവരെഴുതി എന്താണെന്നറിയോ? കഠിനവെടി പോലെ എന്നാണ്. എന്നിട്ട് അവര് വിശദീകരിച്ചു, കഠിനയ്ക്ക് തീ കൊളുത്തുന്നത് നിലത്ത് വെച്ചിട്ടാണ്, പക്ഷെ അത് വെടിപൊട്ടുന്നത് വായുവിലേക്ക് ഉയർന്നതിന് ശേഷമാണ്.
തീ കൊളുത്തിയത് താഴെയാണെങ്കിലും പൊട്ടുന്നത് മേളിലാണ് എന്നതുപോലെ ഈ വസ്ത്രധാരണം കണ്ട് മോശമായ ചിന്തകൾ മനസ്സിലേക്ക് കയറിക്കൂടി ചെറുപ്പക്കാര് ഞരമ്പ് രോഗികളായ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്വഭാവ വൈകൃതം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ ഭാവി ജീവിതമെന്നറിയാതെ വളരെ മോശമായ നിലയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുള്ള ചെറുപ്പക്കാര് അവരുടെ മനസ്സിനകത്ത് ഈ സ്ത്രീയുടെ മോശമായ വസ്ത്രധാരണം കണ്ട് അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ നടക്കുകയാണ്. എവിടെയെങ്കിലും അവന്റെ വികാരമൊന്നും. അങ്ങനെയാണ് 6 വയസ്സും 7 വയസ്സുമുള്ള ചെറിയ പെൺകുട്ടികൾ അവന്റെ മുമ്പിലേക്ക് എത്തപ്പെടുക. ഒരു ചോക്ലേറ്റ് തമ്പുരാട്ടിയുടെ വാക്കുകളാണ്. അപ്പോ ചെറുപ്പക്കാരികളുടെ വസ്ത്രധാരണം കണ്ട് ആ വസ്ത്രധാരണത്തിൽ നിന്ന് വികാരമുണ്ടായ ചെറുപ്പക്കാര് ആ വികാര പൂർത്തീകരണത്തിനു വേണ്ടി കുഞ്ഞുമക്കളെ സമീപിക്കുമ്പോൾ 80 കഴിഞ്ഞ വൃദ്ധകളെ സമീപിക്കുമ്പോൾ ആ ഒരു മോശമായ ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊടുത്തത് കഥനയുടെ വെടി പോലെയാണ്. താഴെ വെച്ച് തിരകൊളുത്തുന്നു, അത് പൊട്ടുന്നത് മുകളിൽ പോയിട്ട്. ഒരു സ്ഥലത്ത് കണ്ട വികാരം അത് പൂർത്തീകരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ അതിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്കൂളുകളിൽ പോലും കോളേജുകളിൽ പോലും വസ്ത്രധാരണം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളും എത്തപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ സുന്ദരമായ സംസ്കാരമുണ്ടല്ലോ നമ്മെ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഹദീസ്. അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നിലയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ? ലാ യല്ലറു റജുലു ഇലാ ഔറത്തി റജുലി. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ. ഒരു സ്ത്രീ അവളുടെ ഔറത്ത്, സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞ ഹദീസ് എങ്ങനെയാണ്? ഒരു ആണ് പെണ്ണിന്റെ ഔറത്തിൽ നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഒരു സ്ത്രീ പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ യല്ലറു റജുലു ഇലാ ഔറത്തി റജുലി. ഒരു ആണ് ആണിന്റെ ഔറത്തിൽ നോക്കാൻ പാടില്ല. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ചിന്തിക്കണേ സഹോദരാ, ഒരു പുരുഷനോട് മറ്റൊരു പുരുഷന്റെ രഹസ്യാവയവം കാണരുതെന്ന് പഠിപ്പിക്കുമ്പോ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പിന്നെ റസൂലുള്ള പറയേണ്ടതുണ്ടോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ തന്നെ രഹസ്യാവയവം കാണാൻ പാടില്ല. സഹോദരങ്ങളെ ചിന്തിക്കണേ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ മോശമായ വസ്ത്രം ധരിച്ച് ഇന്ന് വ്യഭിചാരശാലകളെ നാണിപ്പിക്കുന്ന നിലയിൽ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടെങ്കിൽ അതൊക്കെ വലിയ കാര്യമായി എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, ഒരിക്കലും നിങ്ങളുടെ മറ്റൊരാളുടെ ഔറത്ത് നിങ്ങൾ കാണാൻ പാടില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാ. ബനു ഇസ്രായേലിന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? ബനു ഇസ്രായേലിന് ഒരു ദുസ്വഭാവമായിരുന്നു, അവര് സംഘടിച്ചേ കുളിക്കൂ, അവര് ഒരുമിച്ച് നിന്നേ കുളിക്കാറുള്ളൂ. പക്ഷെ കുളിക്കുന്നതാകട്ടെ ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെയാ. ബനു ഇസ്രായേലികൾ നൂൽ ബന്ധം പോലും ഇല്ലാതെ ഒരുമിച്ച് സംഘമായി നിന്ന് കുളിക്കുന്ന സമയമാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തിൽ കുളിക്കില്ലത്രേ. തഫ്സീറുകളിൽ കാണാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാ. സഹോദരങ്ങളെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ കൂട്ടത്തിൽ കുളിക്കില്ല. കാരണം എന്തേ? അവര് പരിപൂർണ്ണ നഗ്നരായി കുളിക്കുന്നു, സംഘമായി നിന്ന് കുളിക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് നിന്ന് കുളിക്കുന്നു. ഒരിക്കലും നഗ്നത വെളിവാക്കുന്നില്ല. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, എന്തെന്നറിയോ? മൂസയ്ക്ക് എന്തോ രഹസ്യ രോഗമുണ്ടെന്ന്.
മൂസാ നബി പരസ്യമായി നമ്മളോടൊപ്പം തുണിയില്ലാതെ കുളിക്കാത്തത്, ഉടുതുണിയില്ലാതെ കുളിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, മൂസയ്ക്ക് എന്തോ അസുഖമുണ്ട്, എന്തോ അസുഖമുണ്ടെന്ന് വരുത്തി തീർക്കാൻ. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനെ വിമർശിക്കാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേലെ കുറ്റം ആരോപിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹു ആ മൂസ നബിയെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ശ്രദ്ധയോടെ കേൾക്കണേ. എന്താ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അങ്ങനെ ഒരു രോഗമില്ലെന്ന് ബനൂ ഇസ്രായേലിനെ അറിയിച്ചതെന്തെന്നറിയോ? ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം കുളിക്കാൻ വേണ്ടി കടവിലിറങ്ങുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം അഴിച്ചൊരു കല്ലിന്റെ പുറത്തു വെച്ചു, ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങി. സഹോദരങ്ങളെ, ആ കല്ല് തുണിയും കൊണ്ട് ഓടിപ്പോയെന്നാണ്. ഇത് ഹദീസാണ്. ആ കല്ല് മൂസാ നബിയുടെ തുണിയും കൊണ്ട് നടന്നു നീങ്ങിയെന്നാണ്. ഇന്നിത് പറയുമ്പോൾ ആളുകൾ പറയും, അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകുമോ? ഉണ്ടായാൽ എന്താ സഹോദരങ്ങളെ? തമാശയ്ക്ക് പോലെ കളവ് പറയാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം നിലവിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാം നിലവിളിച്ചു. അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ആളുകളൊക്കെ നോക്കുമ്പോ മൂസാ നബി നഗ്നനാണ്, തുണിയില്ല. മൂസാ നബി നഗ്നനാണ്. ആ സമയത്ത് അവരെ ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വല്ലാഹി മാ ബി മൂസാ മിൻ ബഅസി. പടച്ചവനാണ്, മൂസാക്ക് ഒരു അസുഖവുമില്ല, മൂസാക്ക് ഒരു അസുഖവുമില്ല. അവരെ രഹസ്യ അവയവങ്ങൾക്ക് എന്തോ രോഗമുണ്ടെന്ന് വരുത്തി തീർത്ത് ആളുകളുടെ ഇടയിൽ സഹോദരങ്ങളെ നാണം കെടുത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു രോഗമില്ലെന്ന് വരുത്തി തീർക്കാൻ അല്ലാഹു കാണിച്ചു കൊടുത്ത ആ ഒരു പ്രക്രിയ. കല്ല് വസ്ത്രം കൊണ്ടുപോയി മൂസാ നബി നിലവിളിച്ചു. അവസാനം അത് തിരികെ കൊടുത്തു. മൂസാ നബി എന്ത് ചെയ്തെന്നറിയോ? ദേശമടക്കാൻ മൂസാ നബി ആ പാറക്കഷണം എടുത്തു പൊട്ടിച്ചു. ആ പാറക്കഷണം 7 കഷണങ്ങളായി തെറിച്ചു പോയെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഔറത്ത്, ആ മൂസാ നബിക്ക് രോഗമില്ലെന്ന് തെളിയിക്കാനാണെങ്കിൽ പോലും അല്ലാഹു തന്റെ ജനതയ്ക്ക് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ രാജാവ്, കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും, ഭാര്യമാരെ കാണാതിരിക്കുമോ? ഭാര്യമാരെ കാണാതിരിക്കുമോ? ലോകത്ത് ഇന്ന് വരെ അഷ്റഫുൽ ഖൽക്കിന്റെ ശരീരത്തിന്റെ ഭാഗം ഒരു മഖ്ലൂക്കും കണ്ടിട്ടില്ല. മൂസാ നബിയുടേത് രോഗമില്ല എന്ന് സമൂഹം തിരിച്ചറിയാനെങ്കിലും ഒരു സെക്കൻഡെങ്കിലും അല്ലാഹ് കാണിച്ചു കൊടുത്തു. പക്ഷെ അള്ളാന്റെ ഹബീബിന്റെതോ? ഞാനിത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ശ്രദ്ധയോടെ കേട്ടോളി. ഈ വിഷയം ഇത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഒരാളും കണ്ടിട്ടില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, എന്നാ പിന്നെ ഭാര്യമാരെ കാണാതിരിക്കുവോ? ഭാര്യമാരെ കാണാതിരിക്കുവോ? നമ്മൾ എവിടെയാ ഉള്ളത്? ഇത് ഏത് സ്ഥലമാണ്? നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നത്? ഈ സ്ഥലത്തെ പറ്റിയിട്ട് പുറം നാട്ടുകാര് പറയുന്നത് വിദേശികൾ വന്ന് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നടക്കുന്നു എന്ന് പരിഹാസത്തോടെ കാണുന്ന സ്ഥലം. പക്ഷെ ഇവിടെ തുണിയുടുത്തിരിക്കുന്ന വിശ്വാസികൾ, ഇവിടെ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഇവിടുത്തെ നല്ല ആളുകൾ, അവരെ സമൂഹം കാണുന്നില്ല. അതാ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എവിടാണ് വഴല്? അതിന്ന് കോവളത്താണെന്ന് പറയുമ്പോ ആളുകളുടെ മുഖത്ത് പരിഹാസത്തിന്റെ നിഴൽ. എന്താണെന്നറിയോ? കോവളം എന്ന് പറയുന്നത് വിദേശികൾ കടന്നു വന്നൊരു നൂൽബന്ധമില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. പക്ഷെ വിദേശികൾ വന്നോട്ടെ, പക്ഷെ ഇവിടെ ഒരു സമൂഹം, ഇവിടുത്തെ ജനതതി മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കണ്ണില്ല. അതാ ഞാൻ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാം
ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പരസ്യമായിട്ട് നഗ്നത വെളിവാക്കി കുളിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ മൂസാ നബിക്ക് എന്തോ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന രോഗമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ ഒരു രോഗമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് അഴിച്ചു വെച്ച തുണിയും കൊണ്ട് കല്ല് നടന്നു നീങ്ങി തിരിച്ചു കൊണ്ട് കൊടുത്തു. നിലവിളിച്ചപ്പോ ആളുകൾ മുഴുവനും കണ്ടിട്ട് പറഞ്ഞു, വല്ലാഹി മാ ബി മൂസാ മിൻ ബഅസ്, മൂസാക്ക് ഒരു കുഴപ്പമില്ല, പടച്ചോൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാന്റെ ഹബീബിന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഔറത്ത് ലോകത്താരും കണ്ടിട്ടില്ല. ഭാര്യമാര് കാണാതിരിക്കുമോ ഭർത്താവിന്റെ നഗ്നത? ഭർത്താക്കന്മാര് കാണാതിരിക്കുമോ ഭാര്യമാരുടെ നഗ്നത? അല്ലേ? എന്ന ആയിഷ ബീവി പറയട്ടെ, ഏറ്റവും നല്ല കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു തന്ന സയ്യിദത്തുനാ ബീവി ആയിഷത്തുൽ തുഹ്റ റളിയല്ലാഹു തആല അൻഹ. അവര് പറയട്ടെ എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ ശൈലി. ആയിഷ ബീവി പറയുകയാണ്, മാ റഅയ്തു മിൻഹു വമാ റആ മിന്നീ, എന്റെ ഔറത്ത് റസൂലുള്ളാഹ് കണ്ടിട്ടില്ല, എന്റെ ഔറത്ത് എന്റെ റസൂലുള്ളാഹ് കണ്ടിട്ടില്ല. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തല ചാച്ചു വെച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തൊടയിലേക്ക് തല ചാച്ചു വെച്ച് കാരുണ്യത്തിന്റെ പ്രവാചകന് ചൂടുകൊണ്ടെന്ന് ഹദീസ് പറയുമ്പോ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടെന്ന് ആയിഷ ബീവി വേറെ ഒരൊറ്റ ഭാര്യമാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ ആയിഷ ബീവിക്കുണ്ട്. അത് പറയാൻ നമുക്ക് സമയമില്ല. അതിൽ ഒരെണ്ണമാണ് ഞാനും എന്റെ റസൂലും തമ്മിൽ ഒരൊറ്റ പാത്രത്തിൽ കുളിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ! എന്തൊരു ഭാഗ്യമാണ് ആയിഷ ബീവിക്ക് കിട്ടിയത്. ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച് അല്ലാഹനെ കണ്ട ശരീരത്തോടൊപ്പം ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് ഞാനും എന്റെ റസൂലും എന്ന് പറയുമ്പോ ആയിഷ ബീവി അത്രയും അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളതയെ വിശദീകരിക്കുമ്പോ, അവരുടെ രഹസ്യ ജീവിതത്തെ, അവരുടെ മണിയറ രഹസ്യങ്ങൾ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞത് എന്താണ്? മാ റഅയ്തു മിൻഹു വമാ റആ മിന്നീ, ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ ഔറത്ത് കണ്ടിട്ടില്ല, എന്റെ റസൂൽ എന്റെ ഔറത്തും കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ്? ആയിഷ ബീവി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു, മറ്റു ഭാര്യമാരും കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ പിന്നെ മുസ്ലിമാണല്ലോ, മുസ്ലിമിനൊരു ഒരു ചര്യണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ സുന്നത്ത് കർമ്മം നിർവഹിക്കുമല്ലോ. അപ്പോൾ പിന്നെ കാണാതെ ഇങ്ങനെ മാറിയിരുന്നിട്ട് തല തിരിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. തല തിരിച്ചു വെച്ചിട്ട് വയറ്റിൽ വെച്ച് അല്ലാഹു തആല അത്ഭുതകരമായി ചെയ്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. മക്ഹൂലാ, സുർമ വരച്ചവരായ നിലയിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നത്. ഇതെവിടെയുണ്ടെന്നറിയോ? ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്ലിം. വളരെ വ്യക്തമായ സഹീഹായ ഹദീസുകളിൽ ഇത് കാണാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുന്ന ഒരു ബൈത്തല്ലേ ഇത്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെയും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെയും ഔറത്ത് കാണാൻ പാടില്ല. ഇത് പറയുന്ന പ്രവാചകനും കാണാൻ പാടില്ല. ഇത് പറയുന്ന പ്രവാചകന്റെ ദുമാനം കാണാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ്, അതാണ് അല്ലാഹുവിന്റെ ഹബീബ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ബാധ്യതയാണ് വീട്ടിലെ സ്വകാര്യ നിമിഷങ്ങളിൽ സുബഹിക്ക് മുമ്പും ഉച്ച സമയത്തും ഇശാക്ക് ശേഷവും ഒരാൾ പോലും അനുവാദം ചോദിക്കാറില്ല. മഹാനായ മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ചുമടെടുത്ത് വരികയാണ്. ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലായാൽ പോലും മനുഷ്യന്റെ നഗ്നത വെളിവാകാൻ പാടില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. മിസ്വർ ബിൻ മഖ്റമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ തലയിലെ കല്ല് ചുമന്നു, ഭാരമുള്ളൊരു കല്ലാണ്. ആ കല്ലും ചുമന്നുകൊണ്ട് ഞാൻ നടന്നു വരുമ്പോൾ എന്റെ ഭാഗത്ത്, എന്റെ അരയിലുണ്ടായിരുന്ന മുണ്ടഴിഞ്ഞു വീണു. സ്വാഭാവികമായി സംഭവിക്കാം. ഞാൻ തലയിൽ കല്ല് ചുമക്കുകയാണ്, ആ സമയത്ത് എന്റെ അരയിലുണ്ടായിരുന്ന മുണ്ടഴിഞ്ഞു വീണുപോയി. എനിക്കിത് താഴെ വെക്കാതെ മുണ്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. ആ സമയത്ത് എന്നോട് റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? ഇർജി ഇലാ സൗബിക ഫഖ്തംശൂ.
മിസ്വറെ ചെല്ല്, ആ തുണി എടുത്തൊടുക്ക്, നീ നടക്കുമ്പോ നഗ്നനായിട്ട് നടക്കരുത് എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദിശാബോധം നൽകി എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്, പ്രതിസന്ധിയുടെ സമയത്ത് പോലും എന്നെ ഔറത്ത് മറയ്ക്കാൻ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. വീട്ടിനകത്ത് പോലും പാലിക്കേണ്ടതുണ്ട്. ചുരുക്കി പറയട്ടെ, നാലാമതായി നമ്മൾ പഠിക്കാനുള്ള സംസ്കാരം ഏതെന്നറിയോ? ഇത് വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരത്തിന്റെ ഒരു മുത്തുമണിയിലെ ഒരു തസ്ബീഹ് മാലയുടെ മണികളെപ്പോ പഠിപ്പിക്കുമ്പോ അതിൽ നിന്ന് എണ്ണപ്പെട്ട സംസ്കാരങ്ങളാ നിങ്ങളോട് പങ്കുവച്ചതിൽ നാലാമത്തേത്. അല്ലാഹ് പറയുകയാണ് വിശുദ്ധ ഖുർആൻ, ഫംദശിറൂ വലാ മുസ്തഅനിസി. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മോട് നിങ്ങളെ ഒരു വീട്ടിലേക്ക് വിളിച്ചാൽ ഒന്ന് വരണേ ഉസ്താദേ, നിങ്ങൾ വീട്ടിൽ വരണേ എന്ന് പറഞ്ഞു. എന്റെ വീട്ടിലൊന്ന് ഇവിടെ വന്നപ്പോഴും വേറെ നസീർ സാഹിബിന്റെ വീട്ടിൽ ഏർപ്പാട് ചെയ്തു പോയി. അള്ളാഹുവിടെ സമ്പത്തിലും ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ഒന്ന് വീട്ടിലൊന്ന് കയറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പോകുന്നത് സന്തോഷമായി കാണുന്നതാണ്. അപ്പൊ എനിക്ക് പരിചയമുള്ള പല ആളുകളും എന്റെ വീട്ടിൽ വന്നിട്ടുള്ളവരാണ്. ഇരിക്കുന്നവരിൽ പലരുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ എന്ത് വേണമെന്നറിയോ? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അല്ലാഹ് പറയുകയാണ്, ഫദ്ഖുലൂ, മസിൽ പിടിച്ച് നിൽക്കരുത്, നിങ്ങൾ പോകണം. നിങ്ങളെ വിളിച്ചാ നിങ്ങൾ പോകണം. അത് പണക്കാരനല്ലല്ലോ, അത് പാവപ്പെട്ടവനല്ലേ, അവന്റെ ചെറ്റക്കൂരയല്ലേ, ഞാൻ എങ്ങനെ പോകും? അത് പാടില്ല. ഖുർആനിന്റെ സമീപനമാണ്. അത് എവിടെയാകട്ടെ, ഇദാ ദുഈതും, നിങ്ങളെ വിളിച്ചാൽ ഫദ്ഖുലൂ, ആ വീട്ടിൽ നിങ്ങൾ പോകണേ. ഫഇദാ തഅംതും, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ ഫംദശിറൂ, പെട്ടെന്ന് നിങ്ങൾ പോകണേ. വലാ മുസ്തഅനിസീസ്, പിന്നെ വർത്തമാനം പറഞ്ഞവിടെ ഇരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ നിയമമാണിത്. കാരണം എന്താണ്? അപ്പോഴാണ് അവർക്ക് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്, കട്ടനിടട്ടെ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആപ്പാട് കഴിച്ചിട്ട് വീണ്ടും ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു വീട്ടിൽ വിളിച്ചാൽ നമ്മൾ പോകണം. നമ്മൾ മസിൽ പവർ കാണിച്ച് ആരുടെ വീടാണ്? പണക്കാരന്റെ വീടാണ്, അവന്റെ വീട്ടിലേ പോകുള്ളത് പാടില്ല. പാവങ്ങളെ വീട്ടിൽ പോകാൻ മനസ്സുണ്ടാകണം നമുക്ക്. അങ്ങനെ പാവപ്പെട്ടവന്റെ വീട്ടിലാകട്ടെ പണക്കാരന്റെ വീട്ടിലാകട്ടെ, നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഫംദശിറൂ, പെട്ടെന്ന് ഇറങ്ങണം. വലാ മുസ്തഅനിസീന ബിൽ ഹദീസ്, നിങ്ങൾ അവിടെ വീണ്ടും വർത്തമാനം പറഞ്ഞിരിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ നമ്മോട് പറയുന്നതാണ്. എത്രയാണ് അതിഥി സൽക്കാരത്തിൽ എത്ര ദിവസമാണ് ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദരവോടെ അവനെ പിടിച്ച് നിന്റെ വീട്ടിലിരുത്തണം. 3 ദിവസം മതി ഈ ആദരവ്. അത് കഴിഞ്ഞ് പിന്നെ നിന്റെ മഹല് ഫദ്ല് കൊണ്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, ഇല്ലെങ്കിൽ പോട്ടെ അല്ലേ. ഫസ്റ്റ് മട്ടൻ ആയിരിക്കും, 2ാം ദിവസം ബീഫായിരിക്കും, 3ാം ദിവസം ചിക്കൻ ആയിരിക്കും, 4ാം ദിവസം ഗ്രീൻ പീസ് ആയിരിക്കും. അപ്പോഴേ മനസ്സിലാക്കണം 3 ദിവസം ഉള്ളു ഇതല്ലേ. ഈ 3 ദിവസത്തെ അനുവാദം മാത്രം ലിയാഫത്തിലുള്ളൂ. 4ാം ദിവസം നിനക്ക് കിട്ടുന്നത് ലഹു സദഖ, സ്വതക്കയാണ്. സാധാരണ പൊതിച്ചോറ് കിട്ടുന്നത് പോലെ തന്നെ 4ാം ദിവസം. 3 ദിവസം നിനക്ക് ആതിഥേയ മര്യാദ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്.